ലക്ഷക്കണക്കിന് ഗ്രോ ബാഗുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വാട്സാപ്പ് ബട്ടൺ നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക, നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരും. ഇനി പറമ്പിൽ പുല്ല് മുളയ്ക്കാൻ നമ്മൾ സമ്മതിക്കില്ല. കൃഷി സ്ഥലത്ത് ഇനി പുല്ലേ കാണില്ല. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വിരിച്ച് വീട്ടുമാറ്റാം. അപ്പോൾ വഴിയൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കും. ഇത് മോട്ടോർ സൈക്കിളുള്ള വഴിയാണ്. എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാം. നോക്കിയോ, സംഗതി നല്ല ഷേവ് ചെയ്ത് പോലെ ഉണ്ടല്ലേ. ഇതാ കണ്ടോ, ഗ്രോ ബാഗ് ലക്ഷക്കണക്കിനുണ്ട്. അതുപോലെ തന്നെ വീട്ട് മാറ്റ്, വേലി ഷീറ്റ് എല്ലാം നമ്മൾ നല്ല ഹെവി ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചുമ്മാ വാട്സപ്പ് ബട്ടൺ നിൽക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത്, വീട്ടിലെത്തിച്ചേരാം. അതാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? പുതുവർഷം ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നേ. ഓക്കെ. ഇപ്പോൾ ഫാക്ടറിയിൽ എങ്ങനെയാണ്, എന്താ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്? നമ്മളിപ്പം ഗ്രോ ബാഗ്സ് ഉണ്ട്. ഓക്കെ. അത് എല്ലാ അളവിലും നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ഏത് സൈസ് ചോദിച്ചാലും, ഏത് സൈസ് ചോദിച്ചാലും, എത്ര നമ്മൾ ചോദിച്ചാലും ഓക്കെയാണ്, കൊടുക്കും അല്ലേ? പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് കമ്പനിക്ക് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. സന്തോഷ വാർത്തയാണ്. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇപ്പം പുല്ല് പിടിക്കാതിരിക്കാനുള്ള വീറ്റ് മാറ്റുകൾ. വീറ്റ് മാറ്റ് എന്ന് പറഞ്ഞാൽ പുല്ല് പിടിക്കാതിരിക്കാനുള്ള പറയുമ്പോൾ പല ക്വാളിറ്റി സാധനം ഉണ്ട്. നമ്മൾ സൂപ്പർ ക്വാളിറ്റി സാധനം കൊടുക്കണം, നല്ല കട്ടിയുള്ള കൊടുക്കണേ. അപ്പൊ അതില് എന്താ വെച്ചാല് നമുക്ക് പല വീതിയുണ്ട്. വീതി എന്ന് പറഞ്ഞാല് ഇപ്പം ഓരോരുത്തർക്കും ഓരോന്നൊരു മാർക്കറ്റിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു അളവ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ വീതിയാണ്. പക്ഷെ ഇത് 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4.2 മീറ്റർ. അപ്പം പല വീതിയിലുണ്ട്. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ, ഇപ്പം വീടിൻ്റെ ചുറ്റും ഒരു 10 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ എത്രയെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു 1 മീറ്റർ ഗ്യാപ്പ് പുല്ല് മുളയ്ക്കുന്ന പ്രശ്നമുള്ളൂ. അപ്പൊ നമ്മൾ മതി. അപ്പൊ നമുക്ക് മാർക്കറ്റ് 2 മീറ്റർ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പൈസ വേസ്റ്റ് ആയില്ലേ? അതെ. അപ്പൊ നമുക്ക് ആ കറക്റ്റ് അളവിനുള്ള സാധനം, എന്തൊരു വീതി എന്ന് വെച്ചാൽ ആ വീതിക്കുള്ള സാധനം മേടിച്ചാൽ മതി. അളവെടുത്ത് കസ്റ്റമർ നേരെ വിളിക്കുക. ക്വാളിറ്റിയുള്ള വീട്ട് മാറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ പന്നിയെ പേടിപ്പിക്കുന്ന ഒരു ഐറ്റം. പന്നിയെ പേടിപ്പിക്കുന്ന കുറെ കർഷകർക്ക് അറിവുള്ളതായിരിക്കും. വനത്തിന്റെ സൈഡിൽ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സാധനം കിട്ടില്ല. അതായത് പന്നി നോക്കുമ്പോഴേ, നമ്മളിപ്പോ ഫ്രൂട്ട്സ് മേടിക്കണമെങ്കിൽ കടയിൽ പോകുമ്പോ ഓരോ ഫ്രൂട്ട്സ് ഓരോ കടയിൽ നിന്നല്ലേ മേടിക്കുക. ഇത് പന്നി നോക്കുമ്പോ എല്ലാവിധ സാധനങ്ങളും ഒരേ സ്ഥലത്ത് കൃഷി ചെയ്ത് വെച്ചേക്കാം. അത് കാശ് കൊടുക്കണ്ട, ഒക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് ഇങ്ങനെ നല്ല റെഡി ആയിട്ട് തുളിച്ച് നിൽക്കുക. അപ്പൊ വന്ന് പന്നിനെ കുറ്റം കൊണ്ടുവല്ല. അപ്പൊ പന്നി പോലെ നമുക്ക് വേറെ എന്തൊക്കെ ഓടിക്കാൻ പറ്റും? പന്നി ഓടിക്കുമല്ലാട്ടോ ചെയ്യണത്. ഇനി എന്നതെല്ലാം വന്നേക്കുന്നത് ഇത് നമ്മളിതിന്റെ കളറിനൊരു പ്രത്യേകതയുണ്ട്. ഈ കളറ് കാണുമ്പോൾ സാധാരണഗതിയിൽ മൃഗങ്ങള് വലുതായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നില്ല, കർഷകരുടെ. അതെ അതെ. എന്നെ സംഭവിച്ചാല് ഇതിന് 2 ഫാക്ടറുകൾ. ഒന്ന്, ഇതിന്റെ തോട്ടത്തിനകത്തേക്ക് പന്നിയോ മാനോ അകത്തുള്ള സാധനം കണ്ട അവൻ ഉറപ്പായിട്ട് ചാടും. ആ ഹൈറ്റ് ഒരു വിഷയമേ അല്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ അകത്ത് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അല്ല. കാരണം നെറ്റിട്ട് അകത്തോട്ട് കാണൂല, ഇത് അകത്തോട്ട് കാണില്ല. പിന്നെ ഈ കളറ് ദൂരെ നിന്ന് കാണുമ്പം ഈ ഇതിന്റെ ഒരു പളവളപ്പും എല്ലാം കൂടെ വരുമ്പോ ഇതിന് എന്തോ ഒരു ഫിയർ ഉണ്ട്, എന്തോ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് വരുന്നില്ല എന്നാണ് കൃഷിക്കാർ പറയണത്. അപ്പൊ നമ്മൾ തന്നെ വെച്ചാല് ഇപ്പം പറമ്പൊക്കെ ചെയ്യാനായിട്ട് ചില ഇപ്പൊ പന്നിക്കൊക്കെ ആണെങ്കിൽ 4 അടി ഒക്കെ ഹൈറ്റ് മതിയാവും. ഓക്കെ. മാനാണെങ്കിൽ 7 അടി ഹൈറ്റ് വരെ വേണം. കാരണം മാൻ പല സൈസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാല് 4 അടി, 5 അടി, 6 അടി, 7 അടി 4 വീതികളിൽ 50 മീറ്ററിന്റെ റോളാക്കി നമ്മളത് സെറ്റാക്കി വെച്ചേക്കുവാണ്. തന്നെയല്ല, അതിന് ഒരു ഹുക്കും ഉണ്ട്. ഹുക്ക് ഞാൻ കാണിച്ചു തരാം. അതൊരു 5 അടി 8 അടിയോ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ കൊളുത്തി നമുക്ക് എന്തെങ്കിലും വയറോ കയറോ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കെട്ടാം. അപ്പം ഈസി ആയിട്ട് പണിയെടുക്കും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. തന്നെയല്ല, ഇത് ഈ കൃഷിക്കാർ പറയുന്നത് ഇത് ഇട്ടതിൽ പിന്നെ ഈ പന്നിയുടെ മൻ്റെ മുള്ളൻ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം പല സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷിക്കാർ,
പിന്നെ വാഴ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഈ കാട്ടുമൃഗങ്ങളെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവർ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പലർക്കും ഇത് അറിയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. നമുക്ക് വലിയ ചെലവില്ലെന്നേ. ഇതിപ്പോൾ 1 ഏക്കർ ഉണ്ടെങ്കിൽ ഒരു 10,000-15,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഏക്കർ നമുക്ക് കവർ ചെയ്യാന്ന്. അതിന് മാത്രം വലിയ കോസ്റ്റ്ലി അഫെയർ അല്ല. അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. വേലി കെട്ടി തീർക്കാന്ന്. അപ്പം അത് ഇത് നമുക്കാണെങ്കിലും കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ പർപ്പസ് ഭയങ്കര അല്ലേ. ഇപ്പം കാടിന്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും അവിടെ വിട്ടുപോകാൻ ആഗ്രഹിക്കണം. വേറെ ഒന്നുമില്ല, മനുഷ്യന് കൃഷി ഇഷ്ടമാണ്, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾക്ക് ഈ കൃഷി ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ അടുത്ത് ചേർന്നിരിക്കാൻ വേണ്ടി അവരും നോക്കും. അതെ അതെ, നമ്മളോട് ഒട്ടിച്ചേരാൻ പറ്റാ, പക്ഷെ രക്ഷയില്ല. പലതും ബാക്കി കിട്ടണ്ടേ. അതെ അതെ. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാം. പുതുതായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ചേട്ടൻ്റെ മുഖം കണ്ടാലേ അറിയാൻ പറ്റും. പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, നമ്മുടെ കമ്പനിയുടെ പേര്, ലൊക്കേഷൻ. ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. ലൊക്കേഷൻ ചാലക്കുടിക്ക് അടുത്ത്, അതായത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് മാരാങ്കോട്. ചാലക്കുടി ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോരണം. അവിടെയാണ് ലൊക്കേഷൻ. നമുക്ക് ലൊക്കേഷൻ തരാം, നിങ്ങൾക്ക് ഇവിടെ വരാം, നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഇവിടെ കുറച്ച് മീൻകുളങ്ങളൊക്കെ ഉണ്ട്. മീൻ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പല മോഡലിലുള്ള കുളങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്താ വെച്ചാൽ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരും വിജയിക്കണില്ല. അപ്പം ചെയ്യുമ്പോൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പം സാധാരണഗതിയിൽ ഒരു 8:30 തൊട്ട് ഒരു 5-5:30 വരെ നമ്മൾ എപ്പോഴും ഓണാണ്. ഇവിടെ ഉണ്ടാവും. വരാം, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, കാണാം. ഞങ്ങളിപ്പോൾ വന്നപ്പോഴും ഒരുപാട് പേര് ഒന്ന് നേരിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം അല്ലേ? നേരിട്ട് വരാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഇവിടുത്തെ എല്ലാത്തിനും ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് ശരിക്കും പറയാം നിങ്ങൾ നേരിട്ടൊന്ന് കാണണമെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഒരു പരിധിയുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇവിടെ നിന്ന് വാങ്ങിയ ആരും കഴിഞ്ഞ വീഡിയോയിൽ പോലും ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. അത്രത്തോളം ചേട്ടൻ്റെ ഇവിടെ നിന്ന് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അപ്ഡേഷൻ എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ ആരും നെഗറ്റീവ് പറയില്ല. നമുക്ക് ഉറപ്പുണ്ട് ക്വാളിറ്റിയിൽ എന്തായാലും വാങ്ങിയ ആൾക്കാരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ. നമ്മൾ വിചാരിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ പൈസ മുടക്കിയിട്ടൊരു സാധനം മേടിക്കുമ്പോഴേ നമുക്ക് നല്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്ന പൈസ നമ്മൾ കൊടുത്തിട്ട് വാങ്ങിക്കണേ. ഇപ്പം പല സ്ഥലത്തു നിന്ന് ഇപ്പോൾ സ്റ്റേറ്റിന് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ ഞാൻ തന്നെ എത്രയോ ലോഡ് തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് അറിയാം. അതായത് അവരൊരു തൂക്കവും അളവും ഒക്കെ പറയും, നമ്മൾ പൈസ അയച്ചു കൊടുക്കും. ഈ സാധനം വരുമ്പോൾ ഈ പറഞ്ഞ സംഗതി ഒന്നും കാണില്ലെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാലൊരു ചീറ്റിംഗ് ആണ്. നമ്മളുടെ പോളിസി ഇത്രയേ ഉള്ളൂ, ആരെ ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ലത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഉപദ്രവമാണെന്ന്. അപ്പോൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. അതാണ് നമ്മളുടെ ഒരു രീതി. പിന്നെ ഇപ്പം ഇത് കൂടാതെ മീൻ കുളങ്ങൾക്കുള്ള ടാർപോളിൻ ഷീറ്റ് ഉണ്ടല്ലോ, അതായത് 5 വർഷം UV വാറണ്ടി ഉള്ള ടാർപോളിൻ ഷീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള സംഗതി. അതിപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, മീൻസ് കുളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോ എത്ര ഏക്കറാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ ടീം പോയിട്ട് അത് ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ കുളങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും വിളിക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് കുളം നിർമ്മിച്ച് ചെയ്തു തരും അല്ലേ? അത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് അതെല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് അല്ലേ? കുറഞ്ഞ സാധനം നമ്മൾ വിൽക്കണേ ഇല്ല. പിന്നെ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റീറ്റെയിൽ ഒരുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം, വീട്ടിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിലും വിളിച്ചാൽ മതി, ചെയ്തു തരും, അയച്ചു കൊടുക്കും. പിന്നെ ട്രക്കിനുള്ള ടാർപോളിന്, വണ്ടികൾക്കുള്ള ടാർപോളിനുണ്ടല്ലോ, ഈ മുകൾ ഭാഗത്ത് വലിച്ചു കിട്ടുന്ന. അപ്പോൾ അതുണ്ട്. അത് PVC കോട്ടൺ നൈലോൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അതിപ്പം വലിയ ഇന്റർസ്റ്റേറ്റ് പോകുന്ന ലോറികൾക്ക് ഉപയോഗിക്കുന്ന ടാർപോളിനുണ്ട്. അതുപോലെ നമ്മുടെ സാധാരണ ടാർപോളിനുണ്ടല്ലോ, ഇപ്പം ഈ നമ്മുടെ വീടിൻ്റെ ഒക്കെ മുൻപിൽ വലിച്ചു കിട്ടുന്ന നീല കളറുള്ള ടാർപോളിനില്ലേ, അത് പലപ്പോഴും നമുക്ക് ആവശ്യപ്പെടുന്ന അളവിൽ കടയിൽ നിന്ന് കിട്ടൂല. ഒന്നുകിൽ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ അളവായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. അപൂർവമായിട്ട് കിട്ടും, പക്ഷെ ഭൂരിഭാഗം കിട്ടൂല. അതെ. അപ്പം നമ്മൾ ചെയ്യുന്ന മെയിൻ സർവീസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു 30 അടി നീളം, ഒരു 18 അടി വീതി അല്ലെ വേണ്ട. നമുക്ക് സാധാരണ വീടിൻ്റെ മുൻവശത്ത് ഒന്നിൽ വെയിൽ ഹെവി ആയിട്ട് അടിക്കുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഈ നമ്മുടെ മുൻവശം ഇച്ചിരി പൊക്കമുണ്ടായിരിക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ കാറ്റോടുകൂടി മൊത്തം വെള്ളം അകത്തേക്ക് വരും. അപ്പം ഒരു 30 അടി നീളമുണ്ടെന്ന് വെച്ചാൽ വീടിൻ്റെ മുൻഭാഗം, നിങ്ങൾക്ക് ഒരു 7 അടി അല്ലെങ്കിൽ 10 അടിയോ വീതി ആവശ്യമുള്ളൂ. ഇത് കടയിൽ ജന്മം ചെയ്താൽ കിട്ടൂല. അപ്പം നിങ്ങൾ അളവ് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താലും മതി.
നമ്മൾ അതേ അളവിൽ 1 സെന്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ അതേ അളവിൽ അതേ ക്വാളിറ്റി ഉള്ള സാധനം, നല്ല സാധനം നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരും. അപ്പോൾ കസ്റ്റമർ 1 രൂപ പോലും പാഴാവില്ല അല്ലേ? കൃത്യമായ അളവിൽ അത് പിന്നെ ചെയ്യുന്നത് ഒരു നീറ്റ് ആയിരിക്കും, കറക്റ്റ് അളവിൽ ചെയ്യുമ്പോൾ അല്ലേ പോലെ. അപ്പൊ അതുകൊണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞാൽ ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന അളവിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. നമുക്ക് കുറച്ച് വെറൈറ്റീസ് കണ്ടാലോ? പിന്നെന്താ അല്ലേ? ഹലോ, എവിടെയത്? കുറെ നാളായില്ലേ കണ്ടിട്ട്. ഇത് കണ്ട പുതിയ ഐറ്റമൊന്നുമല്ല, ഇന്നാളെ കുറച്ചാൾ മുമ്പ് ഞാൻ വന്നായിരുന്നു ഇതും കൊണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇപ്പം 235 GSM-ലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു 5 to 7 years ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. കാണാൻ പറയല്ലേ, കണ്ണെടുക്കാൻ തോന്നല്ല അല്ലേ? എൻ്റെ മുഖത്തല്ല, ഇവിടെ ഇതിൽ ഇതൊരു 6 സൈസാണ്. നമ്മുടെ മേശപ്പുറത്തോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ എന്താ പറയുക ജനൽപ്പടി, വാതിൽപ്പടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് നല്ല ഈ സുന്ദരിക്കുട്ടീനെ, ഈ സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ ആകെ പ്രശ്നം, ആ വാക്ക് തന്നെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എന്നാലും ഈ ഒരു എന്താ പറയുക വെഡിറ്റിൽ ഐറ്റം ഇത് മാത്രമല്ല വഴിയെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് 12.9, അതായത് 9 ഇഞ്ച് വ്യാസം, 12 ഇഞ്ച് ഹൈറ്റ്. ഓക്കെ, ഇതിന് നല്ല പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ വള്ളി ആയിട്ട് കൃഷി ചെയ്യുന്ന സംഗതികൾക്കൊക്കെ നടാൻ ബെസ്റ്റ് ഐറ്റമാണ്. ഇത് 12.12, അതായത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നൊരു ഐറ്റമാണ് 12.12. ഇതിന് 12 ഇഞ്ച് ഹൈറ്റും എന്നാ പറയുക 12 ഇഞ്ച് വ്യാസവും. നമ്മളുടെ പ്രോഡക്റ്റിന് നോക്കിയേ, ഇതാ ഇങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയോ, ഇതാ ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി ISO സർട്ടിഫൈഡ് കമ്പനി എന്നൊക്കെ കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം. അപ്പം ഇതുപോലത്തെ ആണെന്ന് പറഞ്ഞ് വേറെ മേടിച്ച് വെച്ചിട്ട് ശരിയാവില്ല, ഇതന്നെ മേടിക്കണേ. ഓക്കെ, 12.12 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട പച്ചക്കറികളോ സാധനങ്ങളോ ഒക്കെ നടാം. അതായത് അത്യാവശ്യത്തിന് ഹൈറ്റും ഉണ്ട്, വേര് ഓടാനുള്ള മണ്ണൊക്കെ കൊള്ളും. അപ്പം ഇത് 12.12. ഓക്കെ, ഇത് 12.9, അതായത് 12 ഇഞ്ച് ഡയ, 9 ഇഞ്ച് ഹൈറ്റ്. ഇപ്പം എന്നാ വെച്ചാൽ ഇത് നല്ലൊരു ക്യൂട്ട് ഐറ്റമാണ്. ഇതും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളതാണ്. പച്ചക്കറികൾ നടാനായിട്ട് കൂടുതൽ, അതായത് എന്താ പറയുക ചെറിയ പച്ചക്കറികൾ എന്നൊക്കെ പറയില്ല, അതായത് വലിയ സൈസ് വരാത്ത സംഗതികളും അതുപോലെ നമ്മളെ കുറച്ച് എണ്ണം കൂടുതൽ ചീരയൊക്കെ നടാനായിട്ട് ഒക്കെ ഉള്ള, ചീര നടാനുള്ള ഐറ്റം വേറെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ നട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി സാധനമാണ്. 12.9. ഓക്കെ, ഇത് 18.9, അതായത് 18 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. ഇതാകുമ്പോൾ നമുക്ക് ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങൾ നടാം. അതുപോലെ തന്നെ ബഞ്ചായിട്ട് കൂട്ടമായിട്ട് നടുന്ന പച്ചക്കറികളില്ല, അതായത് ലീഫി വെജിറ്റബിൾസൊക്കെ, മല്ലിയില, പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാനായിട്ടുള്ള അടിപൊളി ഐറ്റമാണ് 18.9. ഓക്കെ, ഇതൊരു 18 സൈസാണ്. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോയി കപ്പയും കൊള്ളിയൊക്കെ ഒരേ സംഗതി തന്നെ. ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും, പൂളാന്ന് പറയും, കൊള്ളി എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, അതായത് ഇഷ്ടമുള്ള പോലെയൊക്കെ പറയാം. അത് നടാനായിട്ട് അടിപൊളി ഐറ്റമാണ് 18.18. കണ്ടോ, അത്യാവശ്യം മണ്ണും കൊള്ളും, കപ്പ അങ്ങനെ നല്ല സൈസായിട്ട് വരാനുള്ള ഒരു സ്പേസ് കൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ വീട്ടിൽ ഈ സാധനമൊക്കെ സുഖമായിട്ട് വെക്കാവുന്ന കാര്യങ്ങൾ. വെറുതെ പോയിട്ട് വല്ലയിടത്തും കാശ് കൊടുത്ത് മേടിക്കണ്ടെന്നേ, ഒരെണ്ണം മേടിച്ചെങ്കിൽ വെക്കുന്നേ. ഇത് 24-24, അതായത് മാവ്, പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം. കണ്ടോ, നല്ല ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല മണ്ണും കൊള്ളും. ഇനി അതിൻ്റെ മുകളിൽ സൈസുണ്ട്, തെങ്ങ് വയ്ക്കാവുന്ന 30x30 ഉണ്ട്, നല്ല ഹൈറ്റുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം നല്ല ഇച്ചിരി ഭംഗിയായിട്ടിരിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 30x30 തെങ്ങ് വയ്ക്കാം. ധൈര്യമായിട്ട് വെച്ചോന്നേ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയെ ഇത്രയേ ഉള്ളൂ, ഈ സൈസേ ഉള്ളൂ? പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഏത് സൈസ് ചോദിച്ചാലും നമ്മൾ അടിച്ചു തരും. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു പാർട്ടി അവരുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു സ്പേസ് ഉണ്ട്, അതായത് എന്നാ പറയുക 1 അടി വീതി, 1 അടി പൊക്കം, 35 അടി നീളം, അതായത് നല്ല പെരുമ്പാമ്പ് പോലൊരു ഐറ്റം. അപ്പം എന്നാ വെച്ചാൽ അവരുടെ കറക്റ്റ് സൈസേ ഉള്ളൂ. വീടിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നല്ല വൃത്തിയായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അല്ലെങ്കിൽ കാണിക്കാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വലിയ സൈസായിരുന്നു. വലിയ സൈസ്, 35 അടി നീളം, 1 അടി ഹൈറ്റും, 1 അടി വീതിയും. ഏത് സൈസ് പറഞ്ഞാലും നമ്മൾ സെറ്റാക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പം നിങ്ങളുടെ എന്താ പറയുക മിറ്റമൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നിങ്ങൾക്കൊരു ഷേപ്പ് വേണമെന്ന് വിചാരിക്കുക. ഷേപ്പാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ ഇത് കണ്ട ട്രയാങ്കിൾ കണ്ട ട്രയാങ്കിൾ, അതായത് നമുക്ക് മുറിയുടെ മൂലയ്ക്ക് വെക്കാം, സ്റ്റെപ്പിനോട് ചേർന്ന് വെക്കാം. അപ്പോൾ സ്പേസ് പോവില്ല, ഒതുങ്ങിയിരുന്നോളും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ.
അപ്പോൾ ഏത് ഷേപ്പാണെങ്കിലും ഏത് വലിപ്പമാണെങ്കിലും നമ്മൾ ഗ്രോ ബാഗിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇത് സ്ക്വയർ ടൈപ്പാണ്. അതായത് നമ്മളുടെ സ്പേസ് അനുസരിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. ഈ സ്ക്വയർ ടൈപ്പ് വരുമ്പോൾ നമ്മൾ ഇതിന് പോക്കറ്റ് കൊടുക്കും. ഉണ്ടോ, സൈഡിൽ പോക്കറ്റ് കൊടുക്കും. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പൈപ്പോ കമ്പോ എന്തെങ്കിലും കുത്തി വെച്ചില്ലെങ്കിൽ മണ്ണിടുമ്പോൾ ഇതിങ്ങനെ വലുതായി പോകും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സൈഡിലും നമുക്ക് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പോക്കറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇത് ഈ വലിപ്പം മാത്രമല്ല, നിങ്ങൾ പറയുന്ന അളവിൽ ആണ് ചെയ്തു തരാം. ഇത് ശരിക്കും 2 അടി നീളവും 1 അടി വീതിയും 1 അടി പൊക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 35 അടി നീളം എന്ന് പറഞ്ഞില്ലേ, ഇതേ വീതിയിലും ഉയരത്തിലും 35 അടി നീളത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ചുമ്മാ വാട്സാപ്പ് അയക്കണേലൊന്ന് കുത്തുന്നേ, സംഗതിയൊക്കെ സെറ്റാക്കി തരാം. ഓക്കെ, എല്ലാ വീട്ടിലെത്തി തരാം. നമ്മളെ വീഡ് മാറ്റ്, അതായത് പുല്ല് മുളയ്ക്കാതിരിക്കാനുള്ള ഷീറ്റ് തരുന്നത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചാണ്. അതായത് നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ്. മീൻസ് ഇത് നമ്മൾ 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ 4.2 മീറ്റർ വീതികളിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിന് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇടേണ്ട സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ്. ഓക്കെ, വീതി. അപ്പോൾ നിങ്ങൾക്ക് 1 മീറ്റർ ഇടാനുള്ളതെന്നുണ്ടെങ്കിൽ 2 മീറ്റർ മേടിച്ചാൽ ഇത് നമ്മുടെ പൈസ വേസ്റ്റ് അല്ലേ, മെറ്റീരിയൽ വേസ്റ്റാണ്. അപ്പോൾ അതിനുള്ള 1 മീറ്റർ വീതി ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ 1 മീറ്റർ വീതിയുള്ളത്, 1.5 മീറ്റർ ആണെങ്കിൽ 1.5 മീറ്റർ. ഇനിയിപ്പോൾ അപ്പം ചോദിക്കുക എന്തിനാ ഈ വലിയ സംഗതി എന്തിനാണെന്ന് ചോദിക്കും. അതായത് കൂടുതൽ വിട്ടുള്ളത്. ഇപ്പോൾ 4.2 മീറ്റർ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഏരിയ ഇടാനുണ്ട്, ഒരു തോട്ടം ഇടാനുണ്ട്. അതായത് 1 ഏക്കറോ അല്ലെങ്കിൽ 2 ഏക്കറോ 5 ഏക്കറോ നമുക്ക് ഇടാനുണ്ട്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് വലുതാണെങ്കിൽ ഒന്നാമത് വർക്ക് കുറവാകും, പിന്നെ മെറ്റീരിയൽ കുറവായി ആവശ്യമുള്ളൂ. മെറ്റീരിയൽ കുറവ് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1 മീറ്ററിൻ്റെ നമ്മൾ 4 എണ്ണം ഇടുവാണെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 6 ഇഞ്ച് ഓവർലാപ്പ് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ നമുക്ക് 4 മീറ്റർ 4 പീസ് ഇടുമ്പോൾ നമുക്ക് 3 ഓവർലാപ്പ്, അതായത് 1.5 അടി നമുക്ക് എന്തോരം നീളത്തിലിടുന്നുണ്ടോ അത്രയും 1.5 അടി വീതം നമുക്ക് ലോസ് ആവും. അപ്പോൾ 4 മീറ്ററിൻ്റെ ആണെങ്കിൽ ഈ ഓവർലാപ്പിൻ്റെ ഏരിയ നമുക്ക് ലോസ് ആവില്ല. അതുപോലെ തന്നെ നമുക്ക് പണി എളുപ്പമാവുകയും ചെയ്യും, പൈസ കുറയുകയും ചെയ്യും. ഇത് ഞാനീ പറയുന്നതിൽ പച്ച കളറുണ്ട് കേട്ടോ നമ്മുടെ വീഡ് മാറ്റ്. പച്ച കളറ് വീടിൻ്റെ മുൻപിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയും കൂടെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പച്ച കളർ നമുക്ക് ഉപയോഗിക്കാം. അത് സെയിം ക്വാളിറ്റി മെറ്റീരിയലാണ്, നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് ഉറപ്പിക്കാനായിട്ടൊരു പിന്ന്, സാധാരണ ആളുകൾ കല്ല് കയറ്റി വയ്ക്കും, ഇരുമ്പിൻ്റെ ആണി അടിക്കും, കുറച്ച് കഴിയുമ്പോൾ തുരുമ്പടിച്ച് പോകും, അല്ലെങ്കിൽ മണ്ണ് വെട്ടിയിട്ട് ആ മണ്ണിൻ്റെ മുകളിൽ പുല്ല് പിടിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാവുമ്പം നമുക്ക് ഈ നെയിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ നെയിലാണ്, അത് കൃത്യമായിട്ടിരിക്കും. നല്ല ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്ന പോലെ നല്ല ക്ലീനായിട്ടിരിക്കും, നല്ല വൃത്തിയുണ്ടാവും. പണിയാണെങ്കിൽ പിടിപിടിന്ന് കഴിയുകയും ചെയ്യും. എങ്ങനെ തട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിലും കണ്ട, ഇതിപ്പം ഒരു സ്റ്റെപ്പും ചെരുവും എല്ലാം കൂടെ കൂടിയിട്ടാണ്, ഒരു പ്രശ്നമില്ല. നല്ല സേഫായിട്ട് കിടക്കും, ധൈര്യമായിട്ട് നടക്കുകയും ചെയ്യാം. മഴക്കാലത്ത് പാമ്പിനെയൊന്നും പേടിക്കണ്ട. പുല്ലിൻ്റെ ഇടയ്ക്ക് പാമ്പൊക്കെ ഒന്നും നമ്മൾ കാണില്ലല്ലോ, വെറുതെ പാമ്പ് കടി കൊണ്ട് ചാവണ്ട. ഓക്കെ, അതെ, നമ്മൾ 2 മാസം മുമ്പ് വീട് മാറ്റി വിരിച്ചു. ഇതുപോലെ പുല്ല് ആർത്ത് പിടിച്ച് കിടന്ന സ്ഥലമാണ്. നമ്മൾ പുല്ലൊന്നും വെട്ടില്ല, പുല്ലിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ വീട് മാറ്റി വിരിച്ചു. അങ്ങനെ നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും നോക്കാം. നമ്മൾ കണ്ടോ, പിന്നെ കൊടുത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. കണ്ടോ, നോക്കൂ ഡിഫറൻസ് നോക്കൂ. നമുക്ക് പുല്ല് വെട്ടാതെ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിരിക്കാം. ഇതുപോലെ ആർത്ത് നിന്ന പുല്ലിൻ്റെ മുകളിൽ നമ്മൾ വിരിച്ചതാണ്. കണ്ടോ, സേവ് ചെയ്ത പോലെ ആയില്ല. ഇപ്പം ഇതാണ് നമ്മൾ വീഡ് മാറ്റ് വിരിച്ചാലുള്ള ഗുണം. നല്ല ക്വാളിറ്റി ഉള്ള വീഡ് മാറ്റാണ് ഇത്. ശരിക്കും കണ്ടോ, ഷേവ് ചെയ്ത പോലെ ഇല്ല, ഡിഫറൻസ് നോക്കും. ഇതുപോലെ ആർത്ത് എനിക്ക് തോന്നുന്നത് ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞാൽ മുകളിലുള്ളത്. അപ്പം നമ്മളുടെ കൃഷിക്ക് ഒരു ദോഷവുമില്ല. വെള്ളം ഇറങ്ങും, കാറ്റ് കിടക്കും, ഒപ്പം വെളിച്ചം കിടക്കില്ല. ഓക്കെ, അപ്പം ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മുടേത്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, വി ആർ വിത്ത് യു. ഓക്കെ, ഇതാണ് നമ്മൾ വീഡ് മാറ്റിൻ്റെ കൂടെ കൊടുക്കുന്ന നെയിൽ. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ സൈഡിലുള്ള കാലുകൾ കണ്ടോ, ഈ കാലുകൾ ഉള്ളത് കൊണ്ട് തിരിച്ചു പോരില്ല. നമ്മൾ ബലമായിട്ട് ഊരിയെടുക്കാൻ നോക്കിയാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. കണ്ടോ, ഇതിൻ്റെ മുകളിൽ കുട പോലത്തെ ഒരു റൗണ്ട് ഉള്ളത് കൊണ്ട് അത് നല്ല സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും.
ബട്ടൺസ് ഇട്ട പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഇത് നമുക്ക് ഇറക്കാനും സുഖമാണ്. അതായത് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ അത് താഴേക്ക് ഇറങ്ങിപ്പോവും. ഹാർഡായിട്ടുള്ള മണ്ണാണെങ്കിൽ നമ്മളൊരു കമ്പിയും കൊണ്ട് ചെറിയ ഹോള് അടിച്ചു കൊടുക്കണം. അല്ല ഇളക്കമുള്ള മണ്ണാണ്, നനവുള്ള മണ്ണാണെങ്കിൽ വെച്ച് നമ്മൾ കൈ കൊണ്ട് ഇടിച്ചാലും അത് താഴോട്ട് പോകും. അതായത് വലിയ പണിയൊന്നുമില്ല. കണ്ടോ, ഇത് വയ്ക്കുക, ഇതിൻ്റെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ടോ ബട്ടൺസ് ഇട്ട പോലെ. നിസ്സാര പണിയുള്ളൂ. ഇതൊന്നും വലിയ ആനൂതര കേസ് കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് തന്നെ വിരിക്കാവുന്ന കാര്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് വിരിക്കാനുള്ള സാഹചര്യം, ദാറ്റ് മീൻസ് നിങ്ങൾ ഇനി പുറത്താണ്, വിദേശത്ത് ജോലിയിലൊക്കെ ആണെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങളൊന്ന് നിങ്ങളുടെ പറമ്പ് വിരിച്ച് നല്ല സ്റ്റൈലാക്കി തിരിച്ചു തരും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിലും പറയാം. ഞങ്ങളങ്ങനെ ഒരു സർവീസും കൂടി ചെയ്യുന്നുണ്ട്. കാരണം കുറേ ഏരിയ ഒക്കെ ഉണ്ടാകുമ്പോഴേ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാരെ വിട്ടിട്ടത് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ മറക്കല്ലേ.